അതായത് ശ്രീദുക്ക ഐ ഹാവ് എ ക്രഷ് ഓൺ യു. എനിക്ക് ശ്രീധുവിനോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞ റസ്മിൻ ഇന്നലെ നൈറ്റ് ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കും. നൈറ്റ് ശ്രീധുവും റസ്മിനും പുറത്ത് ലോണിൽ കിടക്കുകയായിരുന്നു. റസ്മിൻ അപ്പോ ശ്രീധുവിനോട് എന്തോ പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ശ്രീധുവിന്റെ മുഖത്ത് നോക്കി റസ്മിന് അത് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് റസ്മിൻ ശ്രീധുവിനോട് പറയുന്നു, നീ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയെന്ന്. അതിനുശേഷം റസ്മിൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ആദ്യം തന്നെ ശ്രീധുവിനോട് ഒരു സോറിയാണ് റസ്മിൻ പറയുന്നത്. എന്തിനാണ് സോറി എന്ന് ശ്രീധു ചോദിക്കുന്നുണ്ട്. അപ്പോ ഇത് കുറച്ച് സീരിയസ് ആയ കാര്യമാണ് എന്ന് റസ്മിൻ മറുപടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റസ്മിൻ പറയുന്നു, ശ്രീധു ഐ ഹാവ് എ ക്രഷ് ഓൺ യു എന്ന്. ശ്രീധു പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഷോക്കായി ചിരിക്കുന്നുണ്ട്. ബിഗ് ബോസിലേക്ക് കുറെ മത്സരാർത്ഥികൾ പുതുതായി വരുന്നതുകൊണ്ട് തന്നെ ഇത് റസ്മിന്റെ പുതിയൊരു ഗെയിം ആണെന്ന് തന്നെ പറയാം. റസ്മിൻ ഒരു പുതിയ സ്ട്രാറ്റജി ഇറക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പുതിയ ചില മത്സരാർത്ഥികൾ വന്നാൽ താൻ പുറത്തായാലോ എന്നതുകൊണ്ട് തന്നെയാണ് റസ്മിൻ ഇങ്ങനൊരു ഗെയിം ഇറക്കിയിരിക്കുന്നത്. സീസൺ 5 അഞ്ജു റെനീഷ കോംബോ പോലെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും റസ്മിൻ തുടരുന്നുണ്ട്. നിന്നോട് ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഓപ്പൺ ആയി കാര്യങ്ങൾ പറഞ്ഞത്. ഇതാരോടും പറയരുതെന്നും പ്രത്യേകം റസ്മിൻ ശ്രീധുവിനോട് പറയുന്നുണ്ട്. എന്നെ ചതിക്കരുത് എന്ന് പറയുന്നു. എന്നാൽ ഇപ്പൊ തന്നെ ഇത് ആരോടെങ്കിലും പറയണമല്ലോ എന്ന് ശ്രീധു പറയുന്നുണ്ട്. പുറത്തുള്ള എന്റെ ഫ്രണ്ട്സ് ഇതൊക്കെ കാണുന്നുണ്ടാവും, അപ്പോ അവരോട് ഞാൻ പറഞ്ഞതായിരിക്കട്ടെ എന്ന് ശ്രീധു പറയുന്നു. അവരുടെ തൊട്ടു പിറകെ ആ സമയത്ത് ജിൻഡോ വന്ന് നിൽക്കുന്നുണ്ട്. രണ്ടുപേരും ജിൻഡോയെ ശ്രദ്ധിക്കുന്നില്ല. അവരിരുവരും സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ജിൻഡോ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ? ഈ വീട്ടിൽ വേറെ ആരോടെങ്കിലും ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രീധു റസ്മിനോട് ചോദിക്കുന്നുണ്ട്. മറ്റാർക്കും ഈ കാര്യം അറിയില്ല എന്ന് റസ്മിൻ പറയുന്നു.